ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നബിസാലയിലാണ്. അപ്പം നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് രാകേഷിൻ്റെ അടുത്ത് ചോദിക്കാം. മരം ബ്രദേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു രുചി ഫസ്റ്റ് 2026. ഇവിടെ ഒരുപാട് ഫുഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് എന്താണെന്നുള്ളതെന്ന് അറിയണ്ടേ. 200-ൽ പരം ഫുഡുകളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്ത് പോയിട്ട് അവിടെ ഉള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, കമോൺ. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ മരം ബ്രദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ കേരള സമുദായത്തിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ മൂട്ടിൽ കൂടിയ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണ് ഇത്. അതിന് ഇത്രയും വിപുലമായ രീതിയിൽ നമ്മൾ ഉണ്ടായിക്കൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു കൂട്ടായ്മയാണ്. അതിന് അത്രയാണ് പറയാനുള്ളത്. നീതിയുടെ കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത വിഭവങ്ങൾ കാണാം. നമ്മുടെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ടതായിട്ടുള്ള ഓരോ ഐറ്റങ്ങൾ. പ്രവാസി ആയതുകൊണ്ട് നമ്മളാരും പാചകം പഠിച്ചല്ല, ഇവിടെ വന്ന് പഠിച്ചാണ്. ഇവിടെ പഠിച്ചിട്ട് നമ്മൾ കുട്ടിക്കാലങ്ങളിലൊക്കെ മറന്നുപോയ കുറേ ഐറ്റങ്ങളുണ്ട്. ആ ഐറ്റങ്ങൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ എല്ലാവരെയും വീട്ടിൽ ഒരുമിച്ച് ചേർത്ത് വിളമ്പുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ ഏകദേശം 200-ൽ പരം ഐറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 200-ൽ പരം ഐറ്റങ്ങളും ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. എന്തൊക്കെ കഴിക്കണമെന്നുള്ളത് അല്ലേ? എന്താണ് പാൽക്കപ്പ?
ചേട്ടാ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റപ്പായി വന്നത്? അതായത് നമ്മൾ മരം പ്രദേശ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സമായത്തിനടുത്തുള്ള ഒരു മരമാണ്. ആ മരത്തിന് ചുറ്റും കൂടുന്ന കൂട്ടുകാരുടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നുണ്ടായതാണ്. അവിടുത്തെ ഒരു ആശയം കൊണ്ടുവന്നു. നമ്മൾ പല വിഭവങ്ങൾ, അതായത് 200-ൽ പരം വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ 200-ൽ പരം വിഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ ഒരുക്കിക്കൊണ്ട് വരുവാന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് 200-അല്ല, ഇന്ന് 200 കടന്ന് 215ഓളം വിഭവങ്ങൾ നമ്മളിന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കുടുംബങ്ങളും വന്നു ആസ്വദിച്ചു. സന്തോഷം. എല്ലാവർക്കും ആശംസകൾ, നന്ദി, കടപ്പാടും അറിയിച്ചോളും. ഇതെങ്ങനെ തിരുവനന്തപുരം മാത്രമാണോ? അല്ല, തിരുവനന്തപുരം മാത്രമല്ല, എല്ലാ കൂട്ടുകാരും ഉണ്ട്. നമ്മൾ കുറച്ച് കൂട്ടുകാർ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടവരായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും എല്ലാ ജില്ലക്കാരും ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാം പല ജില്ലക്കാരാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി. ഇതിനി നമ്മൾ തുടരും. ഇനിയും ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ട് എത്തട്ടെ. 240ഓളം ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം എല്ലാവരും വന്നു. വളരെ സന്തോഷം. പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകളും ഗെയിംസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നിങ്ങളും വന്നു, വളരെ സന്തോഷം. താങ്ക് യു. മരം ബ്രദേഴ്സ് എന്ന ടീമിന്റെ അംഗങ്ങളാണ്. ഇത് ചേട്ടന്റെ പേര്? എൻ്റെ ഒരു ഷിബു, അനേഷ്, സിരാജ്. നമ്മളൊരു 13 പേരുള്ള ഗ്രൂപ്പാണ്. നമ്മളിത് ഒരു ഫുഡ് ഫെസ്റ്റ് എന്നല്ല പറയുന്നത്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് കുടുംബപരമായിട്ട് ഒത്തുകൂടണമെന്ന് തോന്നി. അപ്പോൾ അത് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അതെ, അത് തന്നെയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. എല്ലാവരും കൂടെ കൂടി ഒരു സന്തോഷത്തോടെ വരിക എന്നുള്ളൊരു കൺസെപ്റ്റ്. പിന്നെ അതിൽ ഇപ്പം ചെയ്യുന്ന കാര്യത്തിൽ ഇതിലെല്ലാവരും ഇപ്പം നമ്മൾ ഒരാൾ മാത്രമല്ല, ഇപ്പം എല്ലാവരും ഓരോരോ ഐറ്റം കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവരും ചേർന്നുള്ള ഇതായിട്ടാണ്. അപ്പം കുറച്ചും കൂടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാ ഫാമിലികളും എല്ലാ സുഹൃത്തുക്കളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ. അപ്പം നമ്മൾ ഫുഡ് ഗ്യാതറിംഗ് എന്നുള്ള പരിപാടി ഷെയറിംഗ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ 200 വിഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പൊ 215ഓളം വിഭവങ്ങളായി ഇപ്പോൾ ആൾറെഡി. അപ്പൊ അത്രയും ആ കൂട്ടായ്മയുടെ വിജയം. ഒരുപാട് വിഭവങ്ങൾ കാണാം. ഇതെല്ലാം ഒരു ഫാമിലികളായിട്ട് ഒരുക്കിയ ഐറ്റംസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓവറോൾ എക്സ്പീരിയൻസ് ഇവിടുത്തെ? ഈ ഫുഡിന്റെ അഭിപ്രായം എന്താണ്? ഇതിൻ്റെ അഭിപ്രായം ഒരു രക്ഷയില്ല. വെറൈറ്റി ഐറ്റംസ് അത് ഉണ്ടാക്കിയ ആൾക്കാരെ സംഭവം. ഇത്രയും ടേസ്റ്റും ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണും. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് കഴിക്കണം, എവിടെ തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ല. അമ്മാതിരി ഫുഡ്, പൊരിച്ചായിരുന്നാലും പിന്നെ കറിയായിരുന്നാലും താറാവ്, എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണെന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ അടിപൊളിയാണ്. അതെ, മരം ബ്രദേഴ്സ് സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കും അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സൈനിങ് ഓഫ്.